ദാറ്റ് ഫുള്ള് റാ പോലെ നിൽക്കുകയാണ്. അതായത് ഈ സൈഡിലെ ഐബ്രോസ് ശരിക്കും ഇത് കണ്ടോ നല്ല കറക്റ്റ് ഷേപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഓൾറെഡി മേഡം കുറച്ച് അപ്സൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ആക്ഷൻ വരുമ്പോൾ ഇവിടെ ഈ സൈഡാവും 20 സൈഡൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് പിഗ്മെൻറ്റഡാണ്. അതായത് ടാറ്റു ചെയ്തിട്ടുണ്ട് ഈ ഐബ്രോസിൽ ഓൾറെഡി. സോ ടാറ്റു ചെയ്തതായതുകൊണ്ട് നമ്മുടെ ഒരു ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇത് പിഗ്മെൻറ്റഡാണ്. അപ്പോൾ എനിക്കിത് ഇറേസ് ചെയ്യാനോ ഇത് കഴിഞ്ഞിട്ട് മൈക്രോബ്ലേഡിങ് ചെയ്യുവാണെങ്കിൽ ഇത് റെഡിയാകും. പക്ഷേ അത് കുറച്ച് ടാസ്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഇറേസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് തന്നെ കവർ ചെയ്തെടുക്കാം. മാക്സിമം സെമട്രി പിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിതിന് ഒരു സെമട്രി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്തൊരു ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐബ്രോസ് ഓൾറെഡി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐബ്രോസിൽ നമുക്ക് അപ്പം ഓൾറെഡി അവർ ഷേപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സെമട്രി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കുറച്ച് റോങ് ആയി. ഇപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം അത് കവർ ചെയ്തെടുക്കാവേ. ഓക്കെ, നമ്മൾ പിഗ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സ് കുറേ ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ടുണ്ട്, മൈക്രോബ്ലേഡിങ്ങിൽ ഉപയോഗിക്കുന്ന പിഗ്മെൻറ്റ് എന്താണെന്നുള്ളത്. ആക്ച്വലി നമുക്ക് ഡെൻസിറ്റി കൂടിയ പിഗ്മെൻറ്റാണ് മൈക്രോബ്ലേഡിങ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് കണ്ടു, ഇതിന് താഴെ നിന്ന് പോകും. സാധാരണ ടാറ്റു ഉപയോഗിക്കുന്ന പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാട്ടറായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം കണ്ടു, ഇതെല്ലാം ഗ്യാപ്പുകൾ വരുന്നത് കണ്ടോ, ഇതെല്ലാം ഗ്യാപ്പുകൾ കണ്ടോ. നമുക്ക് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, മേഡം നമ്മുടെ മൈക്രോബ്ലേഡിങ് ചെയ്തത് ഒത്തിരി നാളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആളല്ലേ. എൻ്റെ എല്ലാ പോസ്റ്റിനും ഫസ്റ്റ് ലൈക്ക് വരുന്നത് മേഡത്തിൻ്റെ. അത് കാണുന്നത് സന്തോഷമാണ്. ടാറ്റു ചെയ്തിരിക്കുന്നത് കൊണ്ട് ടാസ്ക് ചെയ്യാം മേഡം. കാരണം ടാറ്റു ഉപയോഗിക്കുന്ന പിഗ്മെൻറ്റിൽ ലെഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടാറ്റു പെട്ടെന്ന് ഗ്രീനിഷ് കളറിലേക്ക് കൊണ്ടുവരും ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായോ? മൈക്രോബ്ലേഡിങ്ങിൻ്റെ പിഗ്മെൻറ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതിലുപരി കുറച്ച് കളറൊന്നും ചേഞ്ച് ആകില്ല. നമ്മളെന്താണ് കുറച്ച് കളർ കൊടുക്കുന്നത് ആ കളർ തന്നെയായിരിക്കും വരുന്നത്. പെയിൻ വല്ലതും ഉണ്ടോ മാഡത്തിന്? ഉണ്ടോ? കുറച്ച് നോക്കാം. ടോട്ടലി പിഗ്മെന്റ് ഒന്ന് അപ്ലൈ.
നമ്മൾ ചെറുതായിട്ട് ഗ്രിപ്പുള്ള ടിഷ്യൂ അത് യൂസ് ചെയ്യുന്നത്. മാഡത്തിനോടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും കൂടി പറയുന്നത്. നമുക്ക് സ്ട്രോക്സ് ചെക്ക് ചെയ്യാം. പെയിനൊന്നുമില്ലല്ലോ. അതുപോലെ മെയിനായിട്ട് ഈ ടാറ്റു ഐബ്രോസിന് ചെയ്യരുതെന്ന് പറയാൻ കാര്യം, ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോസിൽ ഒരു മാക്സിമം ഒരു 6 months ഒക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡാകും. ഫെയ്ഡായിട്ട് ഒരു ഈവൻ അല്ലാതെ നമ്മൾ എവിടോട്ടാണോ സമയത്ത് ചെയ്യുന്ന ആ പോർഷനിൽ നിന്നൊക്കെ ടാറ്റു മാറും, പിഗ്മെൻറ്റ് മാറി തടിച്ചൊക്കെ നിൽക്കും. സോ മൈക്രോബ്ലേഡിങ്ങിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. കൊടുക്കുന്ന സ്ട്രോക്സ് അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ മൈക്രോബ്ലേഡിങ് ഡിപ്പെൻസ് ആണ് ആക്ച്വലി, ഓരോ സ്കിന്നിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് കാണിക്കുന്നത്. ചില സ്കിന്നിലൊക്കെ നമുക്കൊരു 5 to 6 year ഒക്കെ ലാസ്റ്റ് ചെയ്യും. ചിലർ പറയുന്നു മൈക്രോബ്ലേഡിങ് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുമെന്നൊക്കെ. പക്ഷെ കിട്ടും, പക്ഷേ അതിനകത്തൊരു ക്വാളിറ്റി ഉണ്ടാകത്തില്ല. ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു 4 മാക്സിമം ഒരു 2 year 3 year ഒക്കെ ഉണ്ട് എന്ന് തോന്നൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ 2 year കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല ലാസ്റ്റിംഗ് കിട്ടും, നല്ല ക്വാളിറ്റിയും ഉണ്ടാകും. കൂടുതലും ബീച്ച് സൈഡിലൊക്കെ ഉള്ള ആൾക്കാർ, ബീച്ച് ഇറങ്ങി കുളിക്കുന്നവർ, ഇവർക്കൊക്കെയാണ് ഒരു 2 year ഒക്കെ ആകുമ്പം നല്ലതായിട്ട് അപ്ഡേഷൻ വേണ്ടി വരുന്നത്. പിന്നെ ടാൻ, ഭയങ്കര ഹൈലി ടാനിങ്. കട്ട് ചെയ്ത പോലെ ഇനി വാഷ് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഇത് റീൽസിന്റെ ഫോർമാറ്റ് എടുക്കണേ. അപ്പം നമ്മൾ മൈക്രോബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം സിംഗിൾ ഹെയർ പോലത്തെ സ്ട്രോക്സുകളായിട്ടുണ്ട്. ഇതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് സ്കിൻ, ഇതൊരു നോർമൽ സ്കിന്നാണ്. സംടൈം ഓയിലി, സംടൈം ഇത് ഡ്രൈ, അങ്ങനത്തെ ഒരു ഇതാണ്. എന്നാൽ പോലും ടാനൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ മേഡത്തിൻ്റെ സ്കിന്നിൽ ആക്ച്വലി ഇതൊരു 1 sitting കൊണ്ട് തന്നെ ഒരു 1.5 year 2 year ഒക്കെ ലാസ്റ്റിംഗ് കിട്ടും. അത് കഴിഞ്ഞ് ഫെയ്ഡ് കാണിച്ചാലും സ്ട്രോക്സ് കൊടുത്താൽ മതിയാകും.
പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടാറ്റൂഡ് ഐബ്രോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ സെമെട്രിയിൽ. കാരണം ടാറ്റു ചെയ്തവർ ഇതിൻ്റെ 2 സെമെട്രി ആക്കിയിട്ടുണ്ട്. മാക്സിമം ഞാൻ സെമെട്രി കിട്ടാവുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് സ്ട്രോക്സ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രോക്സ് ഹെയറിൻ്റെ ഈ മേഡത്തിൻ്റെ നാച്ചുറൽ ഗ്രോത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ സ്ട്രോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടാറ്റു കവറപ്പ് ചെയ്യുന്ന മൈക്രോബ്ലേഡിങ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇത് ഫൈനൽ റിസൾട്ടാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൈക്രോബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് സെമെട്രി ഒക്കെ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ടാറ്റൂഡ് ഐബ്രോസ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അപ്പം നമുക്ക് ഇനിയും നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഒരു മൈക്രോബ്ലേഡിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രൊസീജിയറുമായിട്ട് കാണാം. അതുവരെയ്ക്കും എനിക്ക് മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഉറക്കെ പറയാം. ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എക്സ്പെക്ട് ചെയ്ത പോലെ ആയില്ലേ? സെമെട്രി എല്ലാം കറക്റ്റ് ആയില്ലേ? എല്ലാം റെഡി ആയില്ലേ? എല്ലാവരും വന്ന സമയത്ത് പ്രശ്നമെല്ലാം കവറപ്പാണ്. സെറ്റ് ആയില്ലേ? ഹാപ്പി അല്ലേ? പിന്നെ നല്ല ഹാപ്പി 100%. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. സെറ്റ്.